സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. വലിയ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം ശബരിമലയിൽ ഒരു മണ്ഡലകാലം കൂടി അവസാനിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും ചെറുതല്ലാത്ത കുറവുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. വിശ്വാസികളുടെ അഭയകേന്ദ്രമായിരുന്ന അഭിമാന സ്തംഭമായിരുന്ന ശബരിമലയെ ഈ വിധം ചെറുതാക്കി കളഞ്ഞതിൻ്റെ ഉത്തരവാദി ആരാണ്? ഭക്തരും നടവരവും കുറയാനുള്ള പ്രധാന കാരണമായി ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമലയിൽ പണമിടരുത് എന്ന് ചൂണ്ടിക്കാട്ടി സംഘപരിവാർ നടത്തിയ പ്രചാരണമാണ്. ഒപ്പം യുവതീ പ്രവേശന വിധിക്കെതിരായി നടന്ന അക്രമങ്ങളും അതിനെ തുടർന്നുണ്ടായ പോലീസ് കാർക്കശ്യവും ഭക്തരെ അകറ്റിയിട്ടുണ്ട്. മണ്ഡലകാലത്തിന് കൊടിയിറങ്ങുമ്പോൾ സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം പരിശോധിക്കുകയാണ്. ശബരിമലയുടെ പ്രഭ കുറച്ചതാര്? നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ CPIM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ മധുസൂദനൻ അയ്യപ്പ ധർമ്മസേനയുടെ പ്രതിനിധി, ശ്രീ A. സഞ്ജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രി ഇന്ന് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഈ നടവരവ് കുറയാൻ, അപ്പം അരവണ വിൽപ്പന കുറയാനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം സംഘപരിവാർ നടത്തിയിട്ടുള്ള കുപ്രചാരണമാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് നമുക്ക് ഇനി ആദ്യം പരിശോധിക്കേണ്ടത്. ആ കണക്ക് ആദ്യം പരിശോധിക്കാം. അതിൽ എത്രയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നടവരവിലെ അല്ലെങ്കിൽ അപ്പം അരവണ വിൽപ്പനയിലെ കണക്ക് എന്നാണ്. വരുമാനത്തിൽ ഇടിവ് മകരവിളക്കിന് നട തുറന്ന് 6 ദിവസം കഴിഞ്ഞപ്പോൾ 9 കോടി രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം കിട്ടിയത് 29.64 കോടി രൂപയായിരുന്നു. ഇത്തവണ അത് 20.6 കോടിയിലേക്ക് ആയി ചുരുങ്ങി എന്നതാണ്. അപ്പം അരവണ വിൽപ്പനയിലും കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. അതിൽ അരവണ വിറ്റ വകയിൽ കുറവ് 79 ലക്ഷം രൂപയാണ്. ഈ കാലയളവിലെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുക. കഴിഞ്ഞ വർഷം അരവണ വിൽപ്പനയിൽ കിട്ടിയത് 10.22 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 9.43 കോടി രൂപ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക് പറയുന്നത്. ഇനി അരവണ വിൽപ്പന, ഇനി അപ്പം കണക്കെടുത്താൽ അപ്പം വിൽപ്പനയിൽ 62 ലക്ഷത്തിൻ്റെ കുറവുണ്ടായി എന്നാണ്. അപ്പം വിറ്റുവരവ് കഴിഞ്ഞ തവണ 96.52 ലക്ഷം രൂപയായിരുന്നു. ഇത്തവണ ഈ കഴിഞ്ഞ വർഷം അത് 1.58 കോടിയായിരുന്നു എന്നത് ഓർക്കുക. അപ്പോൾ ഈ വ്യത്യാസം ഇത്തവണ അപ്പം വിൽപ്പനയിലുമുണ്ടായി. അപ്പത്തിൻ്റെയും അരവണയുടെയും കാര്യത്തിൽ കാണിക്ക ഇനത്തിൽ 8.06 കോടി രൂപ കിട്ടി. കഴിഞ്ഞ വർഷം ഇത് 9.51 കോടി രൂപയായിരുന്നു. അപ്പം നടവരവിൽ, കാണിക്ക ഇനത്തിൽ, അപ്പം അരവണ വിൽപ്പനയിലെല്ലാം ഈ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. തുടക്കകാലത്ത് നമുക്കറിയാം അതിൻ്റെ ആളുകളുടെ വരവിലുണ്ടായിരുന്ന കുറവ് പ്രകടമായിരുന്നു. വന്നവരെല്ലാവരും തന്നെ പൈസ പഴയതുപോലെ ഒരു സ്വഭാവത്തിലിട്ടോ എന്നും അറിയില്ല. അപ്പോൾ കാണിക്കാം. ഇനി മാളികപ്പുറം വരുമാനം എടുത്തു നോക്കിയാൽ വരുമാനം കൂടിയെന്നാണ് ബോർഡിൻ്റെ കണക്ക് പറയുന്നത്. ഇത്തവണ ലഭിച്ചത് 18.54 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷം അത് 15.75 ലക്ഷം രൂപ മാത്രമായിരുന്നു. ആ നിലയ്ക്ക് ഒരു 3 ലക്ഷത്തോളം രൂപയുടെ കൂടുതൽ ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ്. പിന്നെ സംഭാവന നോക്കിയാൽ സംഭാവനയായി 4 ലക്ഷം രൂപ ഇത്തവണ അധികമായി ലഭിച്ചു. ഭക്തരുടെ എണ്ണത്തിന് ആനുപാതികമായി വരുമാനം ലഭിക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഭക്തരുടെ വരവിൽ കാര്യമായ അത്ര ചെറുതല്ലാത്തൊരു കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഈ നട തുറന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി നട തുറന്നതിന് ശേഷം മാത്രമുള്ള കണക്കുകളുടെ വിശദാംശമാണിത്. അത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ദേവസ്വം മന്ത്രി അക്കാര്യത്തിലുള്ള തൻ്റെ നീരസം വ്യക്തമാക്കുകയും ചെയ്തു. അത് സംഘപരിവാർ നടത്തിയിട്ടുള്ള വലിയ കുപ്രചരണം അതിനകത്ത് പ്രതിഫലിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇത് പരിശോധിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്നിപ്പോൾ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം സംഘപരിവാർ നടത്തിയിട്ടുള്ള കുപ്രചാരണത്തിൻ്റെ ഫലമായാണ് ശബരിമലയിലെ നടവരവ് ഈ വിധം കുറയാൻ, അല്ലെങ്കിൽ ഭക്തരുടെ വരവ് കുറയാൻ കാരണമായത് എന്നതാണ്. അപ്പോൾ ഭക്തരെ അവിടെ നിന്ന് അകറ്റുന്നതിൽ, അവിടെ സാധാരണ നിലയിൽ പണം നിക്ഷേപിക്കുന്നതിൽ അവരെ പിന്തിരിപ്പിക്കുന്നതിൽ സംഘപരിവാറിൻ്റെ ഒരു ഓപ്പറേഷൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ അഭിമാനിക്കാനുള്ള വക അവർക്കുമുണ്ട് എന്നാണോ ഈ മണ്ഡലകാലം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ വരവ് കുറവയും മറ്റുമൊക്കെ ചെയ്തതിൽ സന്തോഷിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങളുണ്ടാക്കിയത് വരവ് കുറച്ച് സന്തോഷിക്കാനാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാം. പക്ഷേ താൽക്കാലികമാണിത്. എത്ര കുറഞ്ഞോന്ന് എനിക്കറിയില്ല. അതിന് അവസാനം ദേവസ്വം ബോർഡ് കണക്ക് പ്രസിദ്ധീകരിച്ചാലേ അറിയാവൂ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന വലിയ കുറവ് വന്നില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയെല്ലാം സംഭവിച്ചുള്ളൂ, കുറവ് വന്നുള്ളൂ. ഇപ്പോൾ വന്ന അതനുസരിച്ച് തന്നെ അത്രയും വരാൻ കഴിയാത്ത വിധത്തിലുള്ള തടസ്സങ്ങളും കുപ്രചരണങ്ങളുമൊക്കെയാണ് ഇവിടെ നടന്നത്. അത് ഈ വർഷത്തെ ഇത് അടുത്ത വർഷം നികത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ശബരിമലയ്ക്ക് വലിയ പ്രചരണം കിട്ടി ലോകം മുഴുവൻ. കേരളത്തിൽ തെന്നിന്ത്യക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇന്ത്യയിലൊട്ടാകെ ലോകം മുഴുവൻ ഇങ്ങനൊരു ക്ഷേത്രമുണ്ടെന്നും
അവിടെ ചില തർക്കങ്ങളൊക്കെ നടന്നു വന്ന് അവിടെ ഒന്ന് പോകണമെന്നുള്ള താല്പര്യം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി കാണാം. ക്ഷേത്രം ഒന്ന് കാണാനും അതിൻ്റെ പവിത്രതയും അതിൻ്റെ മാഹാത്മ്യവും എന്താണ് ഇത്രയും പ്രസക്തി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അടുത്ത തവണ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇപ്പം തന്നെ ദേവസ്വം ബോർഡ് തന്നെ പറയുന്ന ഒരു കാര്യം വരുന്ന ഭക്തർക്കനുസരിച്ചുള്ള വരുമാനമുണ്ട് എന്നതാണ്. അപ്പോൾ വരുമാനത്തിൽ കുറവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഭക്തരുടെ വരവ് കുറഞ്ഞു എന്നാണല്ലോ നമ്മൾ ആ നിലയിൽ മനസ്സിലാക്കേണ്ടത്. ഭക്തരുടെ വരവ് കുറയുന്നതിന് പോലീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള കാർക്കശ്യം, അവിടെ ഏർപ്പെടുത്തിയ 144 ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആളുകളുടെ വരവ് കുറയുന്നതിന് ഈ പോലീസ് കൊണ്ടുവന്ന കാർക്കശ്യവും നിയന്ത്രണങ്ങളുമൊക്കെ ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നോ? പോലീസ് അവിടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പോലീസിൻ്റെ സാന്നിധ്യവും ഇത്രയും ആളുകൾ വരാൻ സഹായിച്ചിട്ടുണ്ട്. ഈ പോലീസിൻ്റെ കൂടെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ അവിടെ ഇതിൻ്റെ 4 പോലും വരില്ലായിരുന്നു. കാരണം വരുന്നവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, അവരെ പിച്ച് ചീന്തൽ, ചീത്ത വിളിക്കൽ, ഇതെല്ലാം ടെലിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവിടെ പോവും? അപ്പോൾ പിന്നീട് അവർ ഭക്തജനങ്ങൾ വന്നവർക്ക് മനസ്സിലായി പോലീസ് ഉള്ളതുകൊണ്ട് സുരക്ഷിതമായി അവിടെ പോകാം. ഭക്തജനങ്ങളുടെ അവിടെ ദർശനം നടത്താൻ ഒത്താശകൾ ചെയ്തു കൊടുത്ത് സഹായം ചെയ്തു കൊടുക്കുകയാണ് പോലീസ് ചെയ്ത്. ആ പോലീസ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ 4 പോലും വരില്ലായിരുന്നു. ആക്രമികളുടെ ഒരു അഴിഞ്ഞാട്ട ഭൂമിയാകുമായിരുന്നു ശബരിമല. അതിൻ്റെ ഫലമായി ശബരിമലയിൽ പിന്നെ ഭാവിയിൽ പോലും ആൾ വരാത്ത തരത്തിലുള്ള സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പോലീസും അവിടുത്തെ 154 പ്രഖ്യാപനവും ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായി അവിടെ വന്ന് ദർശനം നടത്തി പോകാൻ സൗകര്യമൊരുക്കി കൊടുത്തു. വന്നവരെല്ലാം പറഞ്ഞു കുഴപ്പമില്ല, പോലീസ് ഞങ്ങളെ നന്നായി സഹായിക്കുന്നുണ്ട്, വേറൊരു ആക്രമണവുമില്ല, അവിടെ വന്നാൽ തടയും എന്നൊക്കെയുള്ള പ്രചാരവേലയൊക്കെ ഉള്ളതിനൊക്കെ മാറ്റിവെക്കാൻ അത് സഹായകമായി. അതുകൊണ്ട് പോലീസിൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് ഭക്തജനങ്ങൾ കുറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് ഇത്രയെങ്കിലും വന്നു. ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ തന്നെ താങ്കൾ ഈ കണക്കുകൾ കണ്ടുവല്ലോ, കണക്കുകൾ കുറവുണ്ട്, ആളുകളുടെ വരവിലും കുറവുണ്ട് എന്നാണ്. ഇന്നിപ്പോൾ ശബരിമലയിലെ ഈ അയ്യപ്പ ഈ മകരജ്യോതി ദർശനത്തിന് പോലും മുൻപുണ്ടായിരുന്നത്ര വലിയ ഒരു തിരക്ക് അവിടെ കാണാനില്ലായിരുന്നു എന്നാണ് അവിടെയുള്ള ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് പോലും പറയുന്നത്. ആ നിലയിൽ ശബരിമലയിൽ ആളുകൾ വരുന്നത് കുറവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു പ്രൊഫൈലുണ്ടായ കുറവ്, അതിന് ഉത്തരവാദി ആരാണ്, അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നിഷാദേ, ഇന്നിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ സന്ധ്യയ്ക്ക് തന്നെ നമ്മൾ അവിടത്തിൻ്റെ ഈ മണ്ഡലകാലത്തെ അല്ലെങ്കിൽ മകരവിളക്ക് കാലത്തെ അന്യായങ്ങൾ, ന്യൂനതകൾ ഒക്കെ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ കണക്കുകൾ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ആഘാതം, കേരളീയ സമൂഹത്തിനും മൊത്തത്തിൽ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും ഉണ്ടാക്കിയ രാഷ്ട്രീയ ആഘാതം, വർഗീയമായ ചെയ്തിരിവ്, ഇത്തരത്തിൽ ശബരിമലയ്ക്കുണ്ടായ നടവരവിലുണ്ടായ കുറവ്, അവിടെ വന്ന ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. തീർച്ചയായും അത് വളരെ രീതിയിൽ സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയും അതിനുള്ള കാരണം കണ്ടെത്തുകയും ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് നിഷാദ് ഇന്ന് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടന്നതെന്ന് ഞാൻ അനുമാനിക്കുന്നു. സ്വാഭാവികമായും നമുക്ക് ഇന്നിപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ നടവരവിൽ 9 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. അപ്പം അരോണയെ ഉൾപ്പെടെ രണ്ടും കൂടെ ചേർത്ത് തന്നെ ഏകദേശം 1,30,00,000 രൂപയുടെ കുറവ്. ഞാനീ പറയുന്നത് കഴിഞ്ഞ 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി മണ്ഡല പൂജയ്ക്ക് 27-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 30-ാം തീയതി തുറന്ന് ഇന്ന് 13-ാം തീയതി വരെയുള്ള കണക്കുകളാണ് നിഷാദ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് നിഷാദ് വിട്ടുപോയത് അവിടെ വന്ന ജനങ്ങളുടെ, ഭക്തരുടെ എണ്ണത്തിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കണക്ക് നൽകുവാൻ നിഷാദിനും കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അത് കണക്കെടുക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, അവിടെ മാളികപ്പുറത്ത് ലഭിച്ച വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന ഭക്തരെ സംബന്ധിച്ച് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അവിടെ ഭക്ത്യാദരപൂർവ്വം ശബരിമല സന്ദർശിച്ചിരുന്ന നിരവധി ഭക്തർ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ഇപ്രാവശ്യം ആ ദർശനം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് ആരാണ് മുഖ്യപ്രതി, ആരാണ് രണ്ടാം പ്രതി എന്നുള്ളതല്ല. ഇതിനകത്ത് ഒരേപോലെ തന്നെ 2 കൂട്ടരും കുറ്റക്കാരാണ്. ഒന്ന്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ, അത് ഒരു ഭാഗത്ത് കുറ്റകരമായിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കണ്ടതാണ് ഈ ജഡ്ജ്മെൻറ്റ് സെപ്റ്റംബർ 28-ാം തീയതി വന്നതിന് ശേഷം തുലാമാസ പൂജകൾക്കും അതിനുശേഷം ചിത്രയാട്ട വിശേഷത്തിനും മണ്ഡലകാലത്തിനും ഇപ്പോൾ മകരവിളക്ക് കാലത്തുമൊക്കെ നട തുറന്നപ്പോൾ അവിടെ സംഘർഷം, മകരവിളക്ക് കാലത്ത് താരതമ്യേന കുറവായിരുന്നു, പക്ഷേ അതിനു മുമ്പ് ഉണ്ടായ സാഹചര്യങ്ങളിൽ ഭക്തരുടെ പേരിൽ
ഭക്തരുടെ മറവിൽ അവിടെ സംഘർഷത്തിന് ശ്രമിച്ച, രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിച്ച BJP സംഘപരിവാർ ശക്തികൾ. ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ്. ഒരാൾ ചെറുതും ഒരാൾ വലുതും എന്നാൽ രണ്ടുപേരും. ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ്, ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ ശേഷം അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തിന് വലിയ വ്രണപ്പെടലുണ്ടായി. അതുകൊണ്ട് ഇനി ശബരിമലയ്ക്ക് പോക്ക് വേണ്ട എന്ന് തീരുമാനിച്ചവരെമ്പാടുമുണ്ട്. അതും ഈ എണ്ണം കുറയലിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്, പല കാരണങ്ങൾ കൊണ്ട്. അതും ആയിരിക്കാം, എനിക്കറിയില്ലല്ലോ, ഓരോരുത്തരുടെയും മനസ്സിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, നമുക്കാർക്കും കണ്ടെത്താനും കഴിയില്ല. പക്ഷേ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, ശബരിമലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ശബരിമലയിലേക്കുള്ള ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നടവരവിലേക്കും മറ്റു രീതികളിലേക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തെ സംബന്ധിച്ചും ഓരോ വർഷം കഴിയുന്തോറും കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ വന്ന ഭക്തരുടെ കാര്യത്തിലും അതുപോലെ നടവരവിൻ്റെ കാര്യത്തിലും ക്രമാനുഗതമായ കുറവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം വളരെ കുറവുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അവിടെ ഭക്തർ വരാതിരിക്കുന്നതിന് കാരണം ഒന്ന്, അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ. അത് സ്വാഭാവികമായും കുറേ പേരെങ്കിലും പിന്നോട്ടടിച്ചിരിക്കാം. മറ്റ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് ഞാനത് അളക്കാനോ പറയാനോ ആളല്ല. പക്ഷേ അവിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അവിടെ ഈ ശബരിമലയുമായി ഉണ്ടായ വിവാദങ്ങൾ മൊത്തത്തിൽ ഒരു കൂട്ടം ഭക്തരെ, അല്ലെങ്കിൽ സ്ഥിരമായി സമാധാനപൂർവ്വം അവിടെ വന്ന് ദർശനം നടത്തി മടങ്ങിയിരുന്ന ഭക്തരെ ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണല്ലോ ഈ വരവ്. അവിടെ വന്ന ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവ്. അതിന് വേറെ മറ്റു കാരണങ്ങളൊന്നുമില്ലല്ലോ. പ്രതീക്ഷവും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് നേരത്തെയാണ്. അതിനുശേഷം നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു. അതിനുശേഷവും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഒരുക്കുന്നതിൽ സർക്കാർ ആദ്യം പരാജയപ്പെട്ടിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് കുറച്ച് മെച്ചമുണ്ടായി. പക്ഷേ അതൊക്കെ മറച്ചു വയ്ക്കുന്ന രീതിയിൽ അവിടെ അക്രമ സംഭവങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. അതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ്. ഈ രണ്ട് കൂട്ടരും അവിടെ രാഷ്ട്രീയമായും ജാതീയമായും വർഗീയമായും ഒക്കെ മുതലെടുപ്പ് തന്നെ ശ്രമിച്ചപ്പോൾ അവിടെ നടവരവിൽ കുറവുണ്ടായി, അവിടെ വരുന്ന ഭക്തരിൽ കുറവുണ്ടായി. അവരെ എന്തുകൊണ്ട് വന്നില്ല എന്നതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാകും. ഏതായാലും വിവാദപർവം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇവിടെ ശബരിമല മണ്ഡലകാലം സമാപിക്കാൻ പോകുന്നത്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? കേരളത്തിന് പൊതുവെ എന്തു മാറ്റമുണ്ടായി? നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പോൽ പറഞ്ഞല്ലോ, ഈ നടവരവിലെ കണക്കിനപ്പുറത്തേക്ക് നമ്മുടെ സാമൂഹ്യ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ എന്തു മാറ്റമുണ്ടായി എന്നതുകൂടി പരിശോധിക്കണമെന്ന്. സത്യത്തിൽ അതിനാണ് കൂടുതൽ ഊന്നൽ വേണ്ടതെന്ന് തോന്നുന്നു. എങ്ങനെ വിചാരിക്കുന്നു താങ്കൾ? ശബരിമല ഒരു വലിയ സംഘർഷകാലം കടന്ന് നമ്മൾ പോകുമ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടായെങ്കിലും വലിയ നേട്ടത്തിലേക്ക് നമ്മൾ പോയി എന്നാണോ വിചാരിക്കുന്നത്? അതോ അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനകത്ത് വലിയ വിഭാഗീയത സൃഷ്ടിച്ച് അപകടകരമായ ഒരു തലത്തിലേക്ക് കേരളത്തെ മാറ്റാനാണ് അത് ഉതകിയത് എന്നാണോ? ഇതിനെ നമ്മൾ കാണേണ്ടത് നടവരവുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നടവരവിലെ കൂടുതലും കുറവുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഇത് ഇത്രയല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ആദ്യഘട്ടങ്ങളിൽ അതിഭീകരമായ രീതിയിലായിരുന്നില്ല. അവിടേക്ക് ഒരു മനുഷ്യൻ പോലും പോകാൻ പേടിക്കുന്ന അവർക്ക് ധൈര്യം വരാത്ത രൂപത്തിലുള്ള അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അത്ര ഭീകരമായ രൂപത്തിൽ അഴിഞ്ഞാട്ടമാണ് ഈ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള പ്രദേശം, പമ്പ വരെയല്ല സന്നിധാനത്തിൽ പോലും ഉണ്ടായിരുന്നത്. അതിഭീകരമായിട്ട് പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആളുകൾ പോകാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ മകരവിളക്കിൻ്റെ കാലത്ത്, മണ്ഡലവിളക്കിൻ്റെ അവിടെ തുടങ്ങിയിട്ട് അതിനൊന്ന് ചിത്രയാട്ട സമയം മുതൽ മണ്ഡലവിളക്കിൻ്റെ കാലം തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ നിന്ന് മാറിയിട്ട് മകരവിളക്കിലെത്തുമ്പോൾ ഒരു പ്രശ്നം പോലും ഇല്ലാതെ പോകുന്നു. അതിനെന്താ കാരണം? അവിടെ പോലീസുണ്ട്, 144 ഉണ്ട്, ഇതൊക്കെയുണ്ട്. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്രമികൾ അവിടെ നിന്നും മാറിപ്പോയിരിക്കുന്നു. അവരുടെ ഈ വിളയാട്ടത്തിൻ്റെ കേന്ദ്രം, സമരത്തിൻ്റെ എന്നൊക്കെ പറയാവുന്ന വിളയാട്ടത്തിൻ്റെ കേന്ദ്രം അവിടെ നിന്ന് മാറ്റിയപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതായി. അവിടെ യുവതികൾ കയറിയത് മറ്റും വേറെ അതൊക്കെ മാറ്റിവെക്കാം. ഈ ഒരു ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത്രയും ഭീകരമായ രൂപത്തിൽ ഈ പ്രശ്നങ്ങൾ മൊത്തമായിട്ട് ഈ ഇവിടെയുള്ള ഈ വിശ്വാസികളുടെ ഹൃദയം വ്രണപ്പെട്ടു, അത് വിണ്ടുകീറി, അത് കുത്തിക്കീറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ വിശ്വാസികൾ പോകുന്നതിന് ഉണ്ടായ കുറവ് വളരെ കുറവാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്രയും ആളുകൾ ഇന്ന് മകരവിളക്ക് ദിനത്തിൽ അവിടെ പോയിട്ട് അവിടെ നിൽക്കാൻ സൗകര്യങ്ങളുടെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കാൻ പറ്റാതെ ഇറങ്ങി വരുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ തീരെ ഭീകരമായൊരു അവസ്ഥയാണ്. അവിടെ 144 അതുകൊണ്ട് അവിടെ കയറാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, അവിടേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള മലയാളികളെക്കാൾ കൂടുതൽ ആളുകൾ മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നു. അവർക്കൊരു പ്രശ്നവുമില്ല. അവർ യുവതികൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്നില്ല. അവരുടെ ഭക്തി പൂർണ്ണമായിട്ടും
പ്രകടിപ്പിക്കാനും അവർക്ക് കിട്ടുന്ന സായുജ്യത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് തെറ്റായ രൂപത്തിലുള്ള പ്രചരണത്തിലൂടെ കുറേ ആളുകൾ പോവാതിരുന്നു. അത് ഞാൻ പറയുന്നത് സർക്കാരിനെയോ അല്ലെങ്കിൽ CPM-നെയോ അനുകൂലിക്കുന്ന ചാനലുകളല്ല, അല്ലാത്ത എതിർക്കുന്ന ചാനലുകൾ പോലും അവിടെ ആളുകളുടെ അടുത്തുള്ള അഭിപ്രായം എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെ ആളുകൾ പറയുന്നു ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല, വരുന്ന സമയത്ത് വല്ലാത്ത ഭീതിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ ഉണ്ട്. അവിടേക്ക് വരുന്നതിന് തടസ്സമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. വർഗീയമായിട്ട് ഇതിനെ മാറ്റി തീർത്തുകൊണ്ട് ഇതിനൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാര്യമായിട്ടൊക്കെ പിന്നെ ചെയ്യുമായിരിക്കും. പക്ഷേ അതൊന്നും ഇവിടെ ഏശുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, എന്താ ഇത് താങ്കൾ നേരത്തെ ചോദിച്ച പോലെ ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് പറയുന്നിടത്ത്, ആരാണ് ഇതിൽ തെറ്റുകാരെന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു അവധാനത, ഒരു കൃത്യമായിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാവേണ്ട ഒരു വീണ്ടും വിചാരം, അതുണ്ടാവാത്തൊരു കാര്യങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ കോടതി വിധി വന്ന സമയത്ത് തന്നെ ഞങ്ങളിതെല്ലാവരും ആലോചിച്ച് ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ആലോചന നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്, നടപ്പാക്കിയേ തീരൂ. പക്ഷേ ആ ഒരു തരത്തിലുള്ള രീതിയിലേക്ക് പോകുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ ഒരു മുഷ്ടി ചുരുട്ടിയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയതിനൊരു കുഴപ്പമുണ്ട്. അതേ സമയത്ത് ഇതിനെ ആദ്യഘട്ടത്തിൽ ഇത് സ്വാഗതം ചെയ്ത ആളുകൾ, അതിനെ കൈകൊട്ടി എതിരേറ്റ ആളുകളൊക്കെ പിന്നീട് അവിടെയുള്ളൊരു ഈ സ്ത്രീകളുടെയും ഭക്തജനങ്ങളുടെയൊക്കെ എതിർപ്പിൻ്റെ ഒരു ഭാഗം വന്നപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പോവുകയും തങ്ങൾ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങിയിട്ട്, തങ്ങൾ അനുകൂലിച്ച് പറഞ്ഞ മുഴുവൻ വിഴുങ്ങിയിട്ട് അതിനെതിരെ ഭീകരമായ ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെയായിട്ട് പോലും ഞാൻ പറയുന്നത് ശബരിമലയിൽ അവസാനം മകരവിളക്കിൽ ഒരു പ്രശ്നവുമില്ലാതെ, ഇത്രയും ആളുകൾ വന്നിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇന്ന് മകരവിളക്കിൻ്റെ പോസിറ്റീവ് എൻഡിങ് ഉണ്ടാകുമെന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ശ്രീ KP മധുസൂദനൻ, നിങ്ങൾ നോക്കൂ, അതിൽ ഒരു കാര്യം, ഈ ആളുകളുടെ വരവിൽ തുടക്കത്തിലുണ്ടായ കുറവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവിടെ വരുമാനം കുറയുന്നതിനും മറ്റുമൊക്കെ. അവിടെ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വരുമാനം കുറയുന്നതിൽ അവിടുത്തെ പ്രതിഷേധക്കാർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുവെന്നാണ് മന്ത്രി പറയുന്നത്. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മറ്റൊന്ന്, നേരത്തെ A. സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവസാനമായപ്പോൾ സ്ത്രീകൾ കയറിയെന്ന വെളിപ്പെടുത്തൽ വന്നാലും വലിയ പ്രതിഷേധമൊന്നുമില്ല എന്ന നിലയിലായി. അതിനുവേണ്ടി സമരം ഏറ്റെടുത്ത് നടത്താൻ പോയ ഒരു പാർട്ടിയുടെ സമരപ്പന്തലിൽ പോലും ആളില്ല എന്ന നിലയിലായി. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഭക്തരെ കിട്ടാതായി, യഥാർത്ഥ ഭക്തരെ കിട്ടാതായി എന്ന പ്രശ്നവുമുണ്ടോ മധുസൂദനൻ? ഒരിക്കലുമില്ല. ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ശബരിമല ഭക്തരുടെ കൂടെ ഇന്ന് ഒന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ എതിർത്തവർ തന്നെ ഇന്ന് അഭിപ്രായം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയൊട്ടുക്കുമുള്ള രാഷ്ട്രീയ മേഖലയിലുള്ളവരായാലും നിയമമേഖലയിലുള്ളവരായാലും ഇന്ന് കൂടുതൽ അത് തിരിച്ചറിയുന്നു. ഭക്തജനങ്ങളുടെ വികാരം മനസ്സിലാക്കി നിലപാട് മാറ്റമാണ് നമ്മൾ ഇന്ത്യ ഒട്ടുക്കും കാണുന്നത്. പ്രഗത്ഭരായ പലരും അത് മാറ്റി വന്നിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിലെ പലരും നാളെ മാറി വരും, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പിന്നെ അയ്യപ്പൻ്റെ അവിടെ ആൾക്കാർ വരുന്നതിനെ സംബന്ധിച്ച് ആൾക്കാർ വരരുതെന്നൊന്നും ഇവിടെ യഥാർത്ഥ ഭക്തജനങ്ങൾ ആരും തന്നെ അതിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഭക്തജനങ്ങൾ വരണമെന്നുള്ളത് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും താല്പര്യം. പക്ഷേ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അത് ഒരു ദുഷ്ട ലാക്കോട് കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശബരിമലയിൽ എല്ലാവരും പൈസ കൊണ്ട് തരണം, അതിൻ്റെ സുഖലോലുപതകൾ ഞങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം അനുഭവിക്കും. പക്ഷേ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശബരിമല അയ്യപ്പനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഒരു നിലപാട് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കാശ് കൊടുത്ത് അടിമേടിക്കുന്ന പരിപാടി ഭക്തജനങ്ങൾ ഇനി ചെയ്യുമെന്ന് തോന്നുന്നില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പൈസ കൊണ്ടിടേണ്ടതില്ല എന്ന നിങ്ങളുടെ നിലപാടാണ് അവിടെ വിജയിച്ചത്, നിങ്ങളുടെ പ്രചാരണമാണ് വിജയിച്ചത് എന്നാണോ? അത് കൃത്യമായ ഒരു പ്രചാരണം നടന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ തിരിച്ചറിവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചറിവ് ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവരത് ചെയ്യത്തില്ല. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഈ ശബരിമലയിലെ വരുമാനം വെച്ച് വേണം ബാക്കി ക്ഷേത്രങ്ങൾ നടത്താനെന്ന്. അടിസ്ഥാനപരമായിട്ടുള്ള ധാരണാപിശയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉരുത്തിരിയുന്നത്. കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും സ്വയം നിലനിൽക്കാൻ തക്കവണ്ണമുള്ള ആസ്തിയുള്ളതാണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സ്വന്തമായി നിലനിൽക്കാൻ ശേഷിയുള്ളതാണ് എന്നാണോ താങ്കൾ പറയുന്നത്?
തീർച്ചയായുമാണ്. ചരിത്രം നമുക്ക് മാപ്പ് നൽകില്ല. സത്യത്തിന് നേരെ കണ്ണടച്ചാൽ ക്ഷേത്രങ്ങൾ രൂപീകൃതമാവുമ്പോൾ ആ ക്ഷേത്രത്തിലെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കുമുള്ള വ്യവസ്ഥ ആ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വസ്തുക്കളെല്ലാം കൂടെയാണ് 7 നിയമത്തിലൂടെ, 1ഉം 2ഉമല്ല 7 നിയമങ്ങളിലൂടെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം അതിനെ പിടിച്ചു. താങ്കൾ പറയുന്നത്, ഞാൻ ആനത്തവട്ടത്തിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് താങ്കൾ പറയുന്നത് ഈ ശബരിമലയിൽ കിട്ടുന്ന പണം ശബരിമലയിലെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി, ഒരണാ പൈസ മറ്റൊരു ക്ഷേത്രത്തിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകേണ്ടതില്ല, മറ്റെല്ലാ ക്ഷേത്രത്തിലും അവിടുത്തെ പൂജാരിക്കും അവിടുത്തെ നിത്യനിദാന ചെലവുകൾക്കും എല്ലാം ഉള്ള വരുമാനം എല്ലായിടത്തും അവിടെ കൃത്യമായി വരുന്നുണ്ട്, ശമ്പളം കൊടുക്കാനും മറ്റ് പൂജാ സാമഗ്രികൾക്ക് വേണ്ടിയുള്ളതെല്ലാം എന്നാണ് താങ്കൾ പറയുന്നത്. കൃത്യമായുമാണ്. അത് വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. വളരെ ചെറിയൊരു കാര്യമല്ല താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ TDBക്ക് കിട്ടുന്ന പണം എടുത്ത് TDB 1200ഓളം ക്ഷേത്രങ്ങളിലെ നിത്യനിദാന ചെലവുകൾ നിർവഹിക്കുന്നു എന്ന പ്രചരണം വ്യാജമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേ അധികം കാലം സംഘപരിവാർ പറഞ്ഞു പ്രചരിപ്പിച്ച് എല്ലായ്പ്പോഴും എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു നുണയാണത്. എങ്കിൽ കൂടി താങ്കൾ അതിനൊരു ഉത്തരം പറയൂ. അതിനെന്ത് ഉത്തരം പറയാനാ? വസ്തുതയുമായി പുലബന്ധമില്ലാത്തതാണ് മിസ്റ്റർ മധുസൂദനൻ ഇപ്പോൾ പറഞ്ഞത്. ആ ശബരിമലയിലെ ക്ഷേത്രം ഏതാണ്ട് 8-10 ക്ഷേത്രങ്ങളാണ് സ്വയം പര്യാപ്തത ഉള്ളതും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന വരുമാനമുള്ളത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ കരിന്തിരി ആറാട്ടുമായിട്ടിരിക്കുകയാണ്. അവിടുത്തെ ശാന്തിക്കാരനും പൂജാരിക്കാരനും അടിച്ചുകളിക്കാരനും വിളക്ക് തുടയ്ക്കുന്നവർക്കും ഒക്കെ കാശ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ വരുമാനമുള്ള ക്ഷേത്രത്തിൽ കാശ് കൊടുക്കാൻ നോക്കൂ. അതിനാണ് ദേവസ്വം ബോർഡ് ഈ കൊച്ചു ക്ഷേത്രങ്ങളുടെയും വലിയ ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഭരണത്തിൽ അവരുടെ ശമ്പളവും ജീവനക്കാരുടെ ചെലവുകളും എല്ലാം നിർവഹിക്കാൻ വരുമാനമുള്ളതെന്നെടുത്ത് വരുമാനം ഇല്ലാത്ത കൊടുക്കുന്നു. ഇതിൽ നിന്നും 10 പൈസ കാശെടുത്ത് സർക്കാരോ മറ്റുള്ളവരാരോ ദൂർത്തടിക്കുന്നില്ല. പിന്നെ ക്ഷേത്രങ്ങൾക്കെല്ലാം സ്വത്തുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിനും സ്വന്തം കാലം നിലനിൽക്കാൻ ആ ക്ഷേത്രം ഭരിച്ച വിശ്വാസികൾ തന്നെ ആ സ്വത്തെല്ലാം കൈവശപ്പെടുത്തി കൈക്കലാക്കി ക്ഷേത്രങ്ങൾക്ക് വരുമാനമില്ലാതാക്കി. ഏക്കർ കണക്കിന് ഭൂമി ഓരോ ക്ഷേത്രവും ക്ഷേത്രഭരണസമിതി എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളായി നടന്നവർ അവരെല്ലാം വെട്ടിപ്പിടിച്ച് അതിര് കെട്ടി അതെല്ലാം കൈവശപ്പെടുത്തി വിറ്റ് കാശാക്കുകയോ വെച്ച് അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. വേറെ ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഭൂപരിഷ്കാര നിയമം വന്നപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഭൂമി എടുത്തിട്ടില്ല. സർക്കാർ കുറേ നിയമം കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയെന്നല്ലേ പറയാം. ക്ഷേത്രത്തിൻ്റെ ഭൂമിയെ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഭൂമി ഒന്നും എടുത്ത് വേറെ ആർക്കും കൊടുത്തില്ല. അത് എടുത്തുകൊണ്ട് പോയത് ഈ വിശ്വാസികളെന്ന് പറഞ്ഞ് അതിൻ്റെ ചുറ്റും കൂടി അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം സ്വത്ത് തട്ടിയെടുത്ത് അക്കമിട്ട് ഏതെല്ലാം ക്ഷേത്രത്തിൽ എത്ര സ്വത്തുണ്ടായിരുന്നു അതെത്ര പോയി എന്നുള്ളതൊക്കെ ഈ ചർച്ചയിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല, സമയമില്ല. അത് നമുക്ക് പിന്നീട് എടുക്കാം. ഒരടിസ്ഥാനവുമില്ല. 1950 ശേഷം ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതെല്ലാം ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മുടെ നിയമസഭ പാസാക്കിയ ആക്ട് നിലവിൽ വരുന്നത് 1950-ലാണ്. അതിനുശേഷം ഏത് ഊരാളന്മാർക്കാണ് ക്ഷേത്രഭൂമി എടുക്കുവാൻ സാധിക്കുക? ഞാൻ ചോദിക്കുന്നത് ഇത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ശ്രീ മധുസൂദൻ, അതായത് അപ്പോൾ TDB മറ്റൊരു ക്ഷേത്രത്തിനും ഇപ്പോൾ പണം കൊടുക്കുന്നില്ല, അത് മുഴുവൻ സർക്കാർ എടുക്കുന്നു എന്നാണോ? എന്ത് ആധികാരികമായ വിവരമാണത്? ഏത് ക്ഷേത്രത്തിന്റെ പണം സർക്കാർ എടുത്ത് എന്തിനുപയോഗിച്ചു എന്ന് പറയാമോ? TDB മറ്റു ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല, അതെല്ലാം സ്വന്തമായി കീസയിൽ വെച്ചിരിക്കുകയാണെന്ന് സ്ഥാപിക്കാൻ എന്ത് വിവരം താങ്കളുടെ കയ്യിലുണ്ട്? ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിക്കകത്ത് ഇടാൻ ശ്രമിക്കേണ്ട. ഞാൻ കൃത്യമായി പറയുന്നു, ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൂടുതൽ വരുമാനം വരുന്ന ശബരിമല ക്ഷേത്രത്തിലെ പൈസ എടുത്താണ് മറ്റ് ക്ഷേത്രങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ആ തലത്തിലേക്ക് ക്ഷേത്രങ്ങളെ പിടിച്ച് തള്ളിയത് ഇതേ സർക്കാരുകൾ നിങ്ങളുടെ വലിയ പ്രചാരണത്തിന്റെ ഭാഗമായി ഇപ്പോ ശബരിമല ക്ഷേത്രത്തിൽ കിട്ടിയ പൈസ കുറഞ്ഞിട്ടുണ്ടല്ലോ. ആ പൈസ കുറഞ്ഞത് കൊണ്ട് മറ്റു ക്ഷേത്രങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഇനി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവ ഇനി ഇപ്പോൾ അന്ത്യത്തിരി ഇല്ലാതായി പോയാലും വേണ്ടില്ല, ശബരിമലയ്ക്ക് പണം കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം. അത് വിജയിച്ചു എന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഒരിക്കലും ഇല്ലാതാവില്ല. ദേവസ്വം ബോർഡിൻ്റെ വരവ് ചെലവ് കണക്കുകൾ എടുത്ത് നിങ്ങൾ പരിശോധിക്കൂ. ദേവസ്വം ബോർഡിലെ വരവിൻ്റെ സിംഹഭാഗവും ഉപയോഗിക്കപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലേക്ക് വേണ്ടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രെങ്ത് ഇപ്പോൾ എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കാരണം ക്ഷേത്രത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്?
ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. എന്ത് കുറവാണ് ക്ഷേത്രത്തിന് ഉണ്ടായത്? പറ്റി വസ്തുതാപരമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ക്ഷേത്രത്തിന് എന്ത് കുറവാണ് ഉണ്ടായത്? ദേവസ്വം ബോർഡുകളെ പറ്റി വസ്തുതാപരമായി പഠിക്കുവാൻ അല്ലെന്ന്, ക്ഷേത്രത്തിന് എന്ത് കുറവാണ് ഉണ്ടായത്? വിശ്വാസിയുടെ എന്ത് കുറച്ചിട്ടാണ് ദേവസ്വം ബോർഡ് സുഖിക്കുന്നത് എന്ന് പറയാമോ? അവിടെ നിങ്ങൾക്ക് അക്രമം ഉണ്ടാക്കാൻ അനുവാദം തന്നില്ല എന്നതുകൊണ്ട്, അവിടെ നിങ്ങൾക്ക് കുറെ അക്രമികൾക്ക് തമ്പടിക്കാൻ അനുവാദം തന്നില്ല എന്നതുകൊണ്ട് പണം കൊടുക്കരുത് എന്നാണോ? വിശ്വാസികൾക്കുള്ള എന്തു കുറവ് വരുത്തിയിട്ടാണ് ദേവസ്വം ബോർഡ് സുഖിക്കുന്നത് എന്ന് പറയൂ. വെറുതെ അങ്ങ് പറയല്ലേ എന്തെങ്കിലും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ പോലെയുള്ളവർ അക്രമികളാണെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് അക്രമം കണ്ടിട്ടാണ്. വിശ്വാസത്തിന്റെ അക്രമം കണ്ടിട്ടാണ്. ഇതിലേക്ക് ഞാൻ വിടുകയാണ്. അക്രമം തന്നെ കണ്ടിട്ടാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പൈസയല്ല ഇന്ന് ദേവസ്വം ബോർഡ് മിക്ക കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത്. ദേവസ്വം വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ സിംഹഭാഗവും ഉപയോഗിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണെന്ന് നമുക്ക് കൃത്യമായി സ്ഥാപിക്കുവാൻ സാധിക്കും. ജ്യോതികുമാർ ചാമക്കാല, നമുക്കിപ്പോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ നേരത്തെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൻ്റെ മനസ്സിന് എന്തു മാറ്റമുണ്ടായിട്ടുണ്ട് ഈ ശബരിമല മണ്ഡലകാലം കഴിയുമ്പോൾ എന്നത് പ്രധാനമാണ്. നാളെ ഇപ്പോൾ നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വരവാണ്. എന്ത് വിത്ത് വിതച്ചാണ് മോദി മടങ്ങുക എന്ന് നമുക്കറിയില്ല. മോദിയുടെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം, BJPയുടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും അറിയാം. അത്തരമൊരു വിത്ത് വിതയ്ക്കാൻ അദ്ദേഹം വിതച്ചാൽ അതിന് നന്നായി ഓടാൻ കഴിയും വിധത്തിലുള്ള സാമൂഹ്യ മാറ്റം കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന ഭയം നിങ്ങൾക്കുണ്ടോ? പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ആരംഭിച്ചത് ശബരിമലയിലെ മകരവിളക്ക് കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സാമൂഹിക പശ്ചാത്തലവും ശബരിമലയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ചർച്ച ചെയ്യാനാണ്. അപ്പോൾ നമ്മളത് കാട് കയറി മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ഇവിടെ നമ്മുടെ മുമ്പിൽ കേരളത്തെ സംബന്ധിച്ച് BJPക്ക് സംഘപരിവാർ ശക്തികൾക്ക് ഒരു ബാലികേറാമലയായി തുടരുകയാണ്. അത് കുറേ കാലങ്ങളായി അങ്ങനെ തന്നെയാണ് ശ്രമിക്കുന്നു. എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചു, നടന്നില്ല. അതേസമയം അത് പക്ഷേ എൻ്റെ സുഹൃത്ത് ശ്രീ ആനത്തലോട്ടം പറയും ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ടാണ്, അവരവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ത്രിപുരയിൽ BJP ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പശ്ചിമ ബംഗാളിൽ CPM-ന് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊന്നുമല്ല കാരണം. ഞാനത് അവരെ ചെറുതായി കാണുകയല്ല. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ്, കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, അവബോധം, അത് സാമുദായികമായിട്ടുള്ള അവരുടെ ചിന്താഗതി, ഇതെല്ലാം ഇതിനൊരു ഘടകമാണ്. കേരളീയ സമൂഹം നമ്മളതുകൊണ്ടാണല്ലോ പറയുന്നത്. നമ്മുടെ 100% ലിറ്ററസിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നതും ഒക്കെ ഇതുകൊണ്ടാണ്. ഇവിടെ ആ വസ്തുതകളെല്ലാം അതായിരിക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആളിക്കത്തിക്കുവാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ മതപരമായ, നമ്മുടെ ആചാരപരമായ വിഷയങ്ങളുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മണ്ഡലകാലത്ത് ഈ ശബരിമല വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്ന പശ്ചാത്തലത്തിൽ അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇവിടെ വേരൂന്നാൻ ശ്രമിച്ചിരുന്ന സംഘപരിവാർ ശക്തികളും ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടും അത്തരത്തിലൊരു മൂവ്മെൻറ്റ് സംഘപരിവാർ ശക്തി CPM ധൃതി പിടിച്ചു മുഖ്യമന്ത്രി ആ വിധി നടപ്പാക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം 22-ാം തീയതി പുനഃപരിശോധനാ ഹർജി ഓപ്പൺ കോർട്ടിൽ പരിഗണിക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഓപ്പൺ കോർട്ടിൽ തന്നെ വാദം കേൾക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതുവരെ പോലും വെയിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് അവിടെ വനിതകളെ കയറ്റിയേ മതിയാവുന്ന ഒരു ഭാഗം ഒരു കാരണവശാലും കയറ്റാൻ സമ്മതിക്കില്ല എന്ന് ഭക്തർക്കപ്പുറമായി രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഈ പറയുന്ന RSS സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു സംഘർഷത്തിലൂടെ ഇവിടെ മതപരമായ ഐക്യം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഈ പ്രളയമൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനപൂർവ്വം പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതിയുടെ പേരിൽ നമ്മൾ കണ്ടല്ലോ, വനിതാ മുതലൊക്കെ കണ്ടാണ്, സംഘർഷമുണ്ടാക്കി അവിടെ ഈ വർഗീയ ശക്തികൾക്ക് വേരുറയ്ക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ അതിനകത്ത് പക്ഷേ എത്രത്തോളം പക്വതയോടെ കോൺഗ്രസ് ഇടപെട്ടു എന്നതുകൂടി പ്രശ്നമാണല്ലോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനകത്ത് ഇപ്പോൾ ഭക്തർക്ക് മുറിവേറ്റു, കൊടും ചതിയാണിത്, ഇത് ഭക്തർക്ക് നേരെ നടത്തിയ മിന്നലാക്രമണമാണ് എന്നൊക്കെയുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് പരമാവധി എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിൽ നിങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. നിങ്ങൾക്കൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്, സമ്മതിക്കുന്നു, അവിടെ ആചാരങ്ങളെ മുറിവേൽപ്പിക്കാൻ പാടില്ല. പക്ഷേ അതിനകത്ത് നിരന്തരമായ ഇപ്പോൾ K. സുധാകരനെ പോലുള്ള ആളുകൾ നടത്തിയുള്ള പ്രസംഗങ്ങളും അതിലുപയോഗിച്ച വാചകങ്ങളും ഒക്കെ ഈ നാട്ടിൽ സമാധാനം നിലനിർത്താനാണെന്ന് പ്രഥമദൃഷ്ട്യാ വിചാരിക്കുക വയ്യ. നിഷാദ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ നിലപാടും പറയാമെന്നേ, ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകളുണ്ട്. അത് നിഷാദ് പറഞ്ഞതുപോലെ വളരെ വ്യക്തവുമാണ്.
ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ഇതുപോലെ സർക്കാർ ശ്രമിക്കുമ്പോൾ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന് സംഘപരിവാർ അത് സംഘർഷത്തിലൂടെ ആയാലും ആചാര ലംഘനത്തിലൂടെ ആയാലും തമ്മിൽ തല്ലിയായാലും റോഡിൽ തെരുവിൽ തല്ലിയായാലും, ഞങ്ങളൊന്നും എങ്ങും സംഘർഷത്തിൽ നിന്നും പോയെന്ന് നിഷാദ് പറയില്ലല്ലോ, തെരുവിൽ തല്ലിയായാലും രാഷ്ട്രീയമായി മുതലെടുപ്പിന് നടക്കുമോ എന്ന് ശ്രമിച്ചു. അപ്പോൾ അതാണ് ഇവിടെ നിൽക്കുന്നത്. ആ നമുക്കുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഹാർമണിക്ക് അപ്പുറമായി നമുക്കുണ്ടായിരുന്ന കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്നതിന് മാത്രമാണ് ഇത് ഉപകരിച്ചിട്ടുള്ളത്. ശബരിമല മണ്ഡലകാലം പൂർണ്ണമാകുമ്പോൾ കേരളത്തിന്റെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന വിഷയത്തിലായിരുന്നു നമ്മുടെ ചർച്ച. ശ്രീ എ സജീവൻ, ഞാൻ ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് താങ്കളിലേക്ക്. മണ്ഡലകാലം പൂർണ്ണമാകുമ്പോൾ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ സാമൂഹ്യ മനസ്സിന് നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന കമ്മ്യൂണൽ ഹാർമണിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണോ താങ്കൾ? തീർച്ചയായിട്ടും അല്ല. കാരണം അതൊക്കെ അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കേണ്ട, ഇതിനിടയിൽ കോടതിയിൽ കുറേ പെറ്റീഷൻ പോയിരുന്നല്ലോ. അതിൽ ഒരു ഹർജി വളരെ കൗതുകരമായ ഒരു സംഘപരിവാർ നേതാവ് ആയിട്ടുള്ള ഒരാൾ തന്നെ കൊടുത്ത, പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ കൊടുത്തിട്ടുള്ളത് അവിടെ ശബരിമലയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു. ശബരിമല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയധികം എല്ലാ ജാതി മത വിഭാഗങ്ങൾക്ക് ഉള്ള ആളുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടതിനെ പൂർണ്ണമായിട്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒന്നാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നത്. ഏത് കാലത്ത് നോക്കണം, നമ്മൾ ശ്രീനാരായണ ഗുരുവും മറ്റും അതിനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ ഭ്രാന്താലയമായ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന ഒരു സംസ്ഥാനത്താണ് ഈ രീതിയിലൊരു ശ്രമം നടന്നത്. പക്ഷേ ഹൈക്കോടതി അത് സുന്ദരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ തന്നെ വലിച്ചെറിയുന്നൊരവസ്ഥ വന്നു. ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ ഹാർമണിക്കും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ അതിനുള്ള ശ്രമം നടന്നിരുന്നു. ആ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഇവിടെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഈ ശബരിമലയിലുള്ളപ്പോൾ ഇതുണ്ട്, നടവരവ് കുറഞ്ഞോ കൂടിയോ, ആളുകൾ പോകുന്നു കുറഞ്ഞോ കൂടിയോ എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. അത് നേരത്തെ ആനത്തലോട്ടം പറഞ്ഞ പോലെ അടുത്ത ഒരു കൊല്ലം ഒരു വർഷത്തിൻ്റെ ഇരട്ടി വന്നു വരും. ഇവിടെ ഇത്രയും ഭീകരമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടും ആളുകൾ ഇത്ര എത്തി എന്നുള്ളത് വലിയ അത്ഭുതമല്ലേ? എന്തെല്ലാം തരത്തിൽ നമ്മൾ കണ്ടതാണ് സജീവൻ താങ്കൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, അതിനുശേഷം 2 സ്ത്രീകൾ ഇപ്പോൾ അവിടെ കയറി, അതിനുശേഷം മറ്റൊരാൾ അവകാശവാദവുമായി വന്നു, വേറെ ചില അവകാശവാദങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. പ്രതിഷേധത്തിൻ്റെ തോത് വല്ലാതെ കുറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പ്രതിഷേധത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്കാവട്ടെ വേണ്ടത്ര അണികളുടെ പിന്തുണയില്ല. അവർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് വളയൽ പോലും അവർക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അതായത് നവോത്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പോലെ വലിയ രോഷമുണ്ടാവുക, പിന്നെ അത് തണുക്കുക, പിന്നെ എല്ലാവരും പ്രതിഷേധക്കാർ പോലും അതിനോട് അഡാപ്റ്റഡ് ആവുക എന്നത് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധമൊന്നും ഉണ്ടാവാത്തത്. അത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണെന്ന് പറയുകയാണോ താങ്കൾ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഇപ്പോഴുള്ള കുറേ ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലുള്ള റിവ്യൂ പെറ്റീഷനാണ്. സുപ്രീം കോടതിയിലുള്ള റിവ്യൂ പെറ്റീഷനെ കുറിച്ച് നമുക്ക് സ്വാഭാവികം അറിയാം. പിന്നീട് ഇതിനൊക്കെ ഈ പ്രതിഷേധം ഉണ്ടാക്കുന്ന രംഗത്ത് വരുന്ന ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യം, ഇതിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡിനൻസോ അല്ലെങ്കിൽ നിയമനിർമ്മാണമോ നടത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അക്രമം, പിണറായി വിജയൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഇത്രയും കുട്ടിച്ചോറാക്കുന്നൊരവസ്ഥയുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു നിയമനിർമ്മാണം നടത്തിയിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവരട്ടെ എന്ന് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇവിടെ അതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു കാര്യം മാത്രമാണ്. ഇവിടെ ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പോകേണ്ട എന്ന് ഇപ്പോൾ പറയുന്ന ഭക്തന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭ രംഗത്ത് ഉള്ള ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാവുന്ന, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താവുന്നതാണ്. ശ്യാമകാലയുടെ പാർട്ടിയോട് സമ്മതിക്കില്ലേ? രാജ്യസഭയിലേക്ക് കടന്നുകൂടാൻ പ്രയാസമുണ്ട്. അവരും ഇതേ ആവശ്യമുള്ള ആളുകളാണ്. എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല? അതൊരു കള്ളക്കളിയുടെ ലക്ഷണമല്ല. ആ തരത്തിലുള്ള ഇരട്ടത്താപ്പതിൽ വ്യക്തമാണെന്നാണ് ശ്രീ കെ പി മധുസൂദനൻ താങ്കൾ പറയൂ. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയിൽ 2 പേർ കയറി എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്ന സമയത്തും സന്നിധാനത്തൊരു പ്രതിഷേധവും കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് പലവിധ വെളിപ്പെടുത്തൽ വന്നപ്പോഴും ജെന്യുവിനായ ഭക്തരുടെ പ്രതിഷേധമൊന്നും എവിടെയുമില്ല. ആകെയുള്ള സംഘപരിവാറിൻ്റെ രോഷമാണ്. അതിൽ തന്നെ നോക്കൂ, ഇപ്പോൾ ശബരിമല കർമ്മസമിതിയോ മറ്റോ നടത്താനെന്ന് സെക്രട്ടേറിയറ്റ് വളയിൽ ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ട് മാത്രം ഉപേക്ഷിക്കേണ്ടിയും വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏതാളുകളുടെ വലിയ രോഷം സർക്കാരിനെതിരെ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശന വിധിക്കെതിരെ ഉണ്ട്, ഈ മണിക്കൂറിലുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്? 2 പേരെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ഏത് രീതിയിലാണ്? ആൺവേഷം ധരിപ്പിച്ചും പ്രചന്നവേഷം ധരിപ്പിച്ചും ഒക്കെയല്ലേ പോയത്. പിന്നെ ഒരാൾ പോയത് 60 വയസ്സായ ആളിൻ്റെ വേഷത്തിലല്ലേ? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, അവർ തരുന്ന മെസ്സേജ് തന്നെ വ്യക്തമല്ലേ, ആ പ്രായത്തിലുള്ളവരെ അവിടെ കയറാവൂ എന്നുള്ളതാണ് അവരുടെയും വിചാരം എന്നുള്ളത്.
ഭക്തജന പ്രതിഷേധം ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നും നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കണ്ട. എവിടെയുണ്ട്? ഇന്ന് പൊതുജന ഈ രണ്ടുപേർ സമൂഹം പോയി എന്ന് ഒന്നടങ്കം സർക്കാർ പറഞ്ഞതിന് ഭക്തജനങ്ങൾ ശേഷം മാത്രമല്ല, സന്നിധാനത്ത് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിരുന്നോ? ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ നാമജപ ഘോഷയാത്ര? ഇല്ല. സന്നിധാനമല്ലല്ലോ പ്രതിഷേധം നടത്തേണ്ട പിന്നെ സ്ഥലം. എവിടെയുണ്ട് അക്രമ സമരം? സന്നിധാനമല്ലല്ലോ RSSും BJPയും പ്രതിഷേധം നടത്തിയ നടത്തേണ്ട അക്രമ സമരം അല്ലാതെ ജനുവിനായ ഒരു സമരം എവിടെ നടന്നു എന്ന് പറയാമോ താങ്കൾ? സമരം തുടങ്ങിയത് തന്നെ ഇത്രയ്ക്ക് മീഡിയാസ് കേരളത്തിലെയും ലോകത്തിലെയും മുഴുവൻ മീഡിയാസും കണ്ടതല്ലേ. ഒക്ടോബർ 2-ാം തീയതി തുടങ്ങിയ സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? തുടങ്ങിയതേ. ആ ഭക്തജനങ്ങൾ തുടങ്ങിയ സമരത്തിന്റെ ഗ്രാവിറ്റി ഇപ്പോൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അന്നുണ്ടായിരുന്നു, ഇന്നില്ലാന്നാണ് ഞാൻ പറയുന്നത്. ലക്ഷങ്ങളുടെ നാമജപയാത്രകൾ ഇതൊക്കെ ഭക്തജനങ്ങളല്ലേ അതൊക്കെ നടത്തിയത്? ഇപ്പോൾ എവിടെ? രണ്ടുപേർ കടന്നതിന് ശേഷം ഈ സാമാന്യം ഈ മര്യാദയുള്ള സമാധാനമുള്ള നാമജപയാത്ര എവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ നാടൊട്ടുക്ക് നടത്തിയ അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘം നടത്തിയിട്ടുള്ള അക്രമമല്ലാതെ മര്യാദയും സമാധാനവുമുള്ള അന്നുണ്ടായ പോലെയുള്ള നാമജപയാത്ര എവിടെ ഉണ്ടായിരുന്നു? സന്നിധാനത്ത് എന്തെങ്കിലും ഒരു നാമജപം കണ്ടോ? അതിനുശേഷം ഇല്ല. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ അക്രമം നടന്നു എന്നുള്ളത് സത്യമാണ്. അതിനെയൊന്നും ഇവിടെ ആരും നിരാകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അക്രമം നടത്തിയവരെല്ലാം സാമൂഹ്യ വിരുദ്ധരാണ്. സാമൂഹ്യ വിരുദ്ധർ മുൻനിരയിൽ ഇറങ്ങി അതിനുള്ള സാഹചര്യം നമ്മുടെ ഭരണകക്ഷിയും നമ്മുടെ സംസ്ഥാന സർക്കാരും ഉണ്ടാക്കി കൊടുത്തു. അതായത് RSSും BJPയുമാണ് സാമൂഹ്യ വിരുദ്ധർ. പേരാമ്പ്ര പള്ളിക്കെതിരെയുള്ള ആക്രമണം, പേരാമ്പ്ര പള്ളിക്കെതിരെ ആക്രമണം നടന്നില്ലേ? കാവ്യമുണ്ടെടുത്ത് ആക്രമിച്ചില്ലേ? നിങ്ങൾ പറയുന്ന സാമൂഹ്യ വിരുദ്ധരിൽ RSSും BJPക്കാരും ഉണ്ട്. കാരണം പോലീസ് വിഷ്വൽ പരിശോധിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നവരും കേസ് നേരിടുന്നവരും മഹാഭൂരിപക്ഷവും RSS BJPക്കാരാണ്. അപ്പോൾ താങ്കൾ പറയുകയാണ് ആ കൂട്ടത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരിൽ ഈ RSSും BJPയും ഉണ്ട് എന്ന്. അങ്ങനെ മനസ്സിലാക്കട്ടെ. അക്രമം നടത്തിയവരെല്ലാം സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ്. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും അതിലൊന്നും ഭക്തജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, ഭക്തജന വികാരങ്ങൾ ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലും അത് പ്രതിഫലിക്കും. അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അത് കാലം നിങ്ങൾക്ക് തെളിയിച്ചു. ശരി, ഓക്കെ, ഞാൻ പറയാം. ശ്രീ ആനത്തലവട്ടം ഈ കാര്യത്തിൽ കേരളത്തിൽ എന്തു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. നോക്കൂ, ഇവിടെ ഒരു വനിതാ മതിൽ സംഘടിപ്പിച്ചു, വലിയ പ്രാതിനിധ്യം അതിനകത്തുണ്ടായിരുന്നു. അതിനു മുൻപ് ഈ മറ്റൊരു അയ്യപ്പ ജ്യോതി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. കുറേ ആളുകളെ സംഘടിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞു. NSS പോലെയുള്ള സംഘടനകൾ എവിടെ നിൽക്കുന്നു നമുക്കറിയാം. ഇപ്പോൾ മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്ത ശേഷം കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പുകഴ്ത്താനും പ്രാർത്ഥനാ നിർഭരമായ നന്ദി അറിയിക്കാനുമൊക്കെ NSSനെ പോലെയുള്ള സംഘടനകൾ തയ്യാറായി രംഗത്ത് വരുന്നു എന്നതൊക്കെ ഇതിനകത്തുണ്ടായിട്ടുള്ള ഒരു വളരെ ആഴത്തിലുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? അത് ഇതെന്തായാലും നന്നായെന്ന് തോന്നുന്നു. ഈ സുപ്രീം കോടതി വിധി, അതിന് തുടർന്നാണല്ലോ ശബരിമല വിഷയം വരുന്നത്. ആ ശബരിമല വിഷയം വന്നത് ഈ കേരളം ഇവിടെ എത്തിയത് എവിടെ നിന്നാണ് ഇവിടെ എത്തിയത്, പഴയ കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആളുകളൊക്കെ മറന്നു കിടന്നതായിരുന്നു. അതൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാനും മനസ്സിലാക്കാനും ഒരു സന്ദർഭം കിട്ടി. ഒരുപക്ഷേ നവോത്ഥാനത്തിൻ്റെ 3-ാം ഘട്ടം എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ശ്രീ TK നായർ എഴുതിയതുപോലെ ഒരു 3-ാം ഘട്ടമാണ്. ഇപ്പോഴുള്ള ഘട്ടമെന്ന് പറഞ്ഞാൽ തുല്യതയ്ക്ക് വേണ്ടില്ല. 2 നവോത്ഥാന ഘട്ടത്തിലും സ്ത്രീ പുരുഷ തുല്യത ഉണ്ടായില്ല. ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ആ തുല്യത വന്നു. അതൊരു 3-ാം ഘട്ടമാണ് നവോത്ഥാനത്തിൽ. 1ഉം 2ഉം ഘട്ടങ്ങളിൽ എന്തായിരുന്നു? ആചാരങ്ങൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ എങ്ങനെ അവസാനിച്ചത്? എതിർപ്പില്ലാതെ അവസാനിച്ചത്. ഒക്കെ അവസാനിപ്പിക്കുന്നതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഒരുപക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരം, ക്ഷേത്രത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യം വിളംബരം വന്ന് 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂർ കയറിയത്. ഇവിടെ അത്രയും വേണ്ടി വന്നില്ല. ഈ 3-ാം ഘട്ടമായപ്പോൾ വിധി വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിനകത്ത് കയറാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ മാറ്റമാണ്. രാഷ്ട്രീയ ആയുധമാക്കി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സുപ്രീം കോടതി വിധിയെ ശബരിമലയുമായി ബന്ധപ്പെടുത്തി കൈകാര്യം ചെയ്തത്. ആദ്യം എല്ലാവരും സ്വാഗതം ചെയ്തു. RSS സ്വാഗതം ചെയ്ത്, BJP സ്വാഗതം ചെയ്തു, കോൺഗ്രസ് സ്വാഗതം ചെയ്ത്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം സ്വാഗതം ചെയ്ത്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രീ ശ്രീധരൻപിള്ള, രമേശ് ചെന്നിത്തല, സുപ്രീം കോടതി വിധി വന്നു, ഇനി ഞങ്ങൾക്ക് വല്ലതും പറയാൻ നിവൃത്തിയുണ്ടോ? ഇനി നമ്മൾ കൊടുത്ത അവിടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതായിരുന്നു രമേശ് ചെന്നിത്തല. പിന്നീട് അവർ മാറി പന്തളത്ത് കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ചു. ഇവിടെ പറയുന്ന പോലെ ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇൻ്റലിജൻസ് ബ്യൂറോ കേരള ഗവൺമെൻറ് അറിയിച്ചത്
200 മുതൽ 5000 സ്ത്രീകൾ വരെ എവിടെയെങ്കിലും കൂടിയതിൻ്റെ ഫലമായി പ്രതിഷേധിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളിത് അവസാനിപ്പിക്കാനാണോ ഉദ്ദേശം? എന്നാണ് സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോ കേരള ഗവൺമെൻറ്റിനോട് ചോദിച്ചത്. എന്തെങ്കിലും സഹായം വേണോ ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ? അത് ഈ ആൾക്കൂട്ടം കണ്ടിട്ട് നിങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കുകയാണോ? അപ്പൊ പലരുടെയും ഇരട്ടത്താപ്പ് വെളിവാകാൻ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞുവെന്നാണ് താങ്കൾ പറയുന്നത്. ഒരൊറ്റ ചോദ്യം ശ്രീ ജ്യോതികുമാർ ചമക്കാല, നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. താങ്കൾ പറഞ്ഞു സാമൂഹികമായി വലിയ മുറിവേറ്റിട്ടുണ്ട് എന്ന്. അടിസ്ഥാനപരമായി BJPക്ക് ഏതെങ്കിലും തരത്തിൽ ആഴത്തിലൊരു ഗുണമുണ്ടായിട്ടുണ്ട് എന്നതാണോ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായ താങ്കളുടെ ഭയം? പക്ഷേ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പാണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ പെട്ടെന്ന് ആ ഒരു വാർത്തയിലേക്ക് പോയത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഈ കമ്മ്യൂണൽ ഹാർമണി ഉൾപ്പെടെ നശിപ്പിച്ചില്ല എന്നൊക്കെ ശ്രീ സജീവൻ പറയുമ്പോൾ ഇവിടെ പിന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ മാത്രം വിളിച്ചുകൊണ്ട് സർക്കാർ മുൻകൈയെടുത്ത് ഒരു വിഭാഗം ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് വനിതാ മതിലിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മളിതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ സർക്കാർ തന്നെ ഇത്തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കുകയാണ്, കമ്മ്യൂണൽ ഹാർമണി തകർക്കുകയാണ്. ഏറ്റവും അവസാനം അതിൻ്റെ ചെയർമാനായിരുന്നയാൾ മറ്റ് സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ ഞാൻ ചോദിക്കുന്നത് ജ്യോതികുമാർ, അത് പ്രയോഗതലത്തിൽ അത് സമൂഹത്തിൽ പ്രവർത്തിച്ചോ എന്നാണ്. ആ വിഭാഗീയത ഉണ്ടായിട്ടുണ്ടോ എന്ന് സമയക്കുറവുകൊണ്ടാണ് ഞാൻ വേഗത്തിലാക്കുന്നത്. അപ്പോൾ അല്ല, ശ്രീ സജീവൻ പറഞ്ഞ പോലെ ഒട്ടും ഉണ്ടായിട്ടില്ല എന്നല്ല, അങ്ങനത്തെ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി അവിടെയാണ് നിഷാദ് ചോദിച്ചതിന് പ്രധാനമായ ഉത്തരം വരുന്നത്. രാഷ്ട്രീയമായി ഇവിടെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് വിശ്വാസവും രാഷ്ട്രീയവും രണ്ടാണെന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് കേരളീയ ജനത. ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ വിശ്വാസ പ്രമാണം അതായത് വഴിക്ക് പോകും, രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകും. ഇവിടെ ഈ ശബരിമലയുടെ പേരിലൊന്നും നിങ്ങൾ എന്ത് അക്രമം കാണിച്ചാലും BJPക്കോ സംഘപരിവാറിനോ ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. ചർച്ചയുടെ ഭാഗമായതിന് നിങ്ങളുടെ നിലപാടുകൾ പങ്കുവച്ചതിന്